മഹാനരായ അന്ത്രുപ്പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖമീസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കൈപ്പടയിൽ അന്ത്രുപ്പാപ്പ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഏതാനും ചില ഏടുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിൽ കോണത്തുകുന്നിന് സമീപം സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ഒരു ദർഗയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഫഖീർ മുഹമ്മദ് ഹാജി വലിയുള്ള ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നറിയപ്പെടുന്ന മഹാനുഭാവൻ തികഞ്ഞ ആലിമും ആബിദും സാഹിദുമായിരുന്നു. നായർ കുടുംബത്തിൽ ജനിച്ച മഹാനവറുകൾ പരിശുദ്ധമായ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ആത്മീയതയുടെ ഉന്നത സോപാനങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അള്ളാഹു ഭാഗ്യം നൽകുകയും ചെയ്ത വലിയ മഹാനാണ്. ഇക്കാണുന്നതാണ് മഹാനവറുകളുടെ ദർഗ. പ്രിയ കൂട്ടുകാരൻ ശിഹാബിനോടൊപ്പമാണ് ഇന്ന് നമ്മുടെ സിയാറത്ത് യാത്ര. ആത്മീയത മുറ്റി നിൽക്കുന്ന ഈ ദർഗയിൽ ശിഹാബിൻ്റെ പിതാവ് നിത്യസന്ദർശകനായിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് ഈ ദർഗയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. മഹാനരായ അന്ത്രുപ്പാപ്പ റളിയല്ലാഹു അൻഹു ഈ ദർഗയിലെ നിത്യസന്ദർശകനായിരുന്നു. മഹാനരായ ഫഖീർ മുഹമ്മദ് ഹാജി വലിയുള്ള ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെക്കുറിച്ച് അന്ത്രുപ്പാപ്പയുടെ നാവിൻ തുമ്പിൽ നിന്ന് കേട്ടവർ ധാരാളമാണ്. ഇബാദത്ത് മുഖരിതമായ ജീവിതം കൊണ്ട് ആത്മീയ ലോകത്തെ ഉന്നതോദ്യാനങ്ങളിൽ വിരാജിച്ച സുന്നി കൈരളിയുടെ ഇതിഹാസ നായകനായിരുന്നു അന്ത്രുപ്പാപ്പ. തലശ്ശേരി ചൊക്ലിയിലാണ് മഹാനവറുകളുടെ ജനനം. കലന്തർ മുസ്ലിയാർ എന്ന സാത്വികനായിരുന്നു പിതാവ്. പ്രാഥമിക പഠനം നാട്ടിൽ നിന്നു തന്നെ. പിന്നീട് പെരിങ്ങത്തൂർ ദർസിൽ ചേർന്നു. 15ാമത്തെ വയസ്സിൽ മലബാറിലെ മക്ക എന്ന് അറിയപ്പെടുന്ന പൊന്നാനിയിൽ മതപഠനത്തിനായി ചേർന്നു. പയ്യനാട് മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, ആലുവായി അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, വാഴക്കാട് മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു തുടങ്ങി നിരവധി മഹാത്മാക്കളുടെ ആത്മീയ ശിഷ്യത്വം നേടി ആത്മീയതയുടെ മഹാസമുദ്രത്തിലേക്ക് അദ്ദേഹം ഊളയിട്ടിറങ്ങി. അന്ത്രുപ്പാപ്പയുമായി ആത്മീയ ബന്ധം കൂടിയുള്ള നാടാണ് ഇത്. ശിഹാബിൻ്റെ പിതാവ് അന്ത്രുപ്പാപ്പയുമായി വലിയ ബന്ധമുള്ള ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ടുതന്നെ അന്ത്രുപ്പാപ്പ ഉപയോഗിച്ചിരുന്ന ജുബ്ബയും മറ്റും ഇന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കരിക്കട്ടകൾ കൊണ്ടും മറ്റും ചുമരിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്ന രീതിയിൽ പലരും പലപ്പോഴും അന്ത്രുപ്പാപ്പയെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കുത്തിക്കുറിക്കുന്ന വാചകങ്ങൾ പലതും പുലരാൻ പോകുന്ന സത്യങ്ങളായിരുന്നു എന്നത് ആ സംഭവങ്ങൾ പുലർന്ന ശേഷമാണ് പലരും അറിഞ്ഞിരുന്നത്. ഇത് അന്ത്രുപ്പാപ്പ കുത്തിക്കുറച്ച പുസ്തകങ്ങളിലെ ചില കടലാസു കഷ്ണങ്ങളാണ്. കേരളത്തിൽ ജീവിച്ചിരുന്ന ഔലിയാക്കളെക്കുറിച്ചും മറ്റും ഇതിൽ അന്ത്രുപ്പാപ്പ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും.
മഹാനരായ ഫഖീർ മുഹമ്മദ് ഹാജി വലിയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ദർഗയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ടു പോയാൽ കരൂപ്പടന്ന എന്ന ഒരു പ്രദേശത്ത് നമുക്കെത്താൻ കഴിയും. അവിടെയും ഒരു മഹാനുഭാവൻ്റെ മഖബറ നമുക്ക് കാണാം. മഹാനരായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു മഹാൻ്റെ മഖബറയാണ് അത്. കരൂപ്പടന്ന ജുമഅത്തു പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനരായ ഫഖീർ മുഹമ്മദ് ഹാജി വലിയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങളും കറാമത്തുകളും പറയാനുണ്ട്. ഈ വീഡിയോയുടെ ദൈർഘ്യം ഭയന്നുകൊണ്ടാണ് അതൊന്നും നമ്മൾ വിശദീകരിക്കാത്തത്. മഹാനരായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു മഹാൻ്റെ മഖബറയാണ് ഈ കാണുന്നത്. മഹാനരായ റോഷം ഷാ വലിയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നറിയപ്പെടുന്ന മഹാൻ വലിയ ആബിദും ആലിമുമായിരുന്നു. ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന സാത്വികരായ പണ്ഡിതന്മാരിൽ ഒരുവൻ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ. ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഒരുപാട് മഹാന്മാരുടെ മഖബറകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു മഖബറ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടും ഉണ്ട്. കൊമ്പടിഞ്ഞാമാക്കൽ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് അന്തിയുറങ്ങുന്ന മഹാനരായ ബദറുദ്ദീൻ പാഷ ഷഹീദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു മഹാനുഭാവനാണ്. മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് നമ്മുടെ ചാനലിൽ ചെയ്ത വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കാറളം പട്ടാണി സാഹിബ് വലിയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളും ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന സാത്വികനായ ഒരു പണ്ഡിതനായിരുന്നു. ബഹുമാനപ്പെട്ടവരെക്കുറിച്ചുള്ള വീഡിയോയും മുകളിൽ കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുമായുള്ള ബന്ധം നമ്മുടെ ഖൽബുകളിൽ ഏറ്റിത്തരട്ടെ. അവരെ സ്നേഹിക്കുന്ന ഖൽബ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ ഫഖീർ മുഹമ്മദ് ഹാജി വലിയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനരായ അന്ത്രുപ്പാപ്പ റളിയല്ലാഹു അൻഹു, റോഷം ഷാ വലിയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മൂന്ന് മഹാന്മാരുടെയും മദദ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകളെ സിയാറത്ത് ചെയ്ത് ഞങ്ങൾ മടങ്ങുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് മഹാന്മാരെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദ്യുദ്യമങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോക്ക് താഴെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അർഹമുറാഹിമായ റബ്ബ് മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രയാസങ്ങളും മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ്ജാഹ് ബറക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്ന മുഴുവൻ മഖബറകളിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ദുആകളിലും സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.